ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ക്രിസ്മസിനെ കുറിച്ചിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ. ഞങ്ങളുടെ ക്രിസ്മസ് വിശേഷങ്ങളും കാര്യങ്ങളും. അപ്പോൾ നമ്മൾ നോമ്പ് അങ്ങനെ എല്ലാ കൊല്ലം എടുക്കാറില്ല. പറ്റുന്ന സമയത്തൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ പണ്ടൊക്കെ. പക്ഷേ ഇപ്പോൾ കുറേ കാലമായിട്ടൊന്നും എടുക്കാൻ പറ്റാറില്ല. ഇറച്ചിക്കൊക്കെ പിന്നെ എടുക്കും. മീനൊന്നും അങ്ങനെ എടുത്തിട്ട് കുറച്ച് കാലങ്ങളോളായി. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഇറച്ചിക്കും മീനിനൊക്കെ എടുക്കാമെന്ന് കരുതിയിട്ടുണ്ട്. മുട്ട നമ്മൾ നോമ്പിൽ ഉൾപ്പെടുത്താറില്ല കേട്ടോ. മുട്ടയ്ക്കൊക്കെ എടുക്കുന്നവരുണ്ട്. പക്ഷെ നമുക്കത് അങ്ങനെ അത്രയധികം ഐറ്റംസ് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരുള്ളതുകൊണ്ട് നമുക്കതൊന്നും പ്രാക്ടിക്കൽ ആവില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ എടുക്കാത്തത്. അപ്പോൾ അങ്ങനെ നമ്മൾ തൃശ്ശൂർ മാർക്കറ്റിലേക്ക് നേരത്തെ തന്നെ പോകുന്നു കേട്ടോ. ഒരു 6 മണി 6:30 ആകുമ്പോൾ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുള്ള സമയമാണ്. റീറ്റെയിലേഴ്സൊക്കെ വന്നിട്ട് ഐറ്റംസ് വാങ്ങിക്കുന്ന സമയമായിരുന്നു ആ സമയം. പിന്നെ ചില ഐറ്റംസ് നമുക്കങ്ങനെ കുറച്ചായിട്ട് കിട്ടില്ല കേട്ടോ. കുറേ നമ്മൾ വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് എല്ലാ പച്ചക്കറിയും മാർക്കറ്റിൽ വന്ന് മേടിക്കൽ ചിലപ്പോൾ ശരിയാവില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഉപയോഗം അധികം ഇല്ലാത്ത സാധനങ്ങൾ നമ്മൾ കുറേ വാങ്ങിയിട്ട് കാര്യമില്ലല്ലോ. ചില ഐറ്റംസ് നമുക്ക് വലിയ കുഴപ്പമില്ല. നമുക്ക് 2 കിലോ 1 കിലോ ഒക്കെ വാങ്ങിയാലും കുഴപ്പമില്ല. നമുക്ക് എല്ലാതും അങ്ങനെ 1-2 കിലോ വാങ്ങിയാൽ ശരിയാവില്ല. അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം അങ്ങനെ വാങ്ങി. അപ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് വഴുതനങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നു, കുമ്പളങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നു, മത്തങ്ങ, പിന്നെ പയറല്ല ബീൻസ്, പിന്നെ കയ്പ്പയ്ക്ക, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ പച്ചമുളക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പച്ചമുളക് നമ്മൾ കാന്താരിയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇത് നമുക്ക് ചട്നിയിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാനൊക്കെ നല്ലതല്ലേ. അങ്ങനെ പച്ചക്കറി എല്ലാം വാങ്ങിയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നു. നമ്മൾ വീട്ടിൽ വരുമ്പോഴേക്കും ഇവർ എഴുന്നേറ്റ് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവർക്ക് സ്കൂളില്ലാത്ത ദിവസമാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. മഴ കാരണം മുടക്ക് കിട്ടിയ ദിവസമായിരുന്നു. അപ്പോൾ അങ്ങനെ മുടക്ക് വരുമ്പോൾ മാത്രമേ നമുക്ക് മാർക്കറ്റിൽ പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ രാവിലെ നമുക്ക് പോലും നടക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ ഓരോരോ ബോക്സുകളിലാക്കിയിട്ടാട്ടോ ഫ്രിഡ്ജിൽ കയറ്റുന്നത്. ഇറച്ചി മീനും നമുക്ക് ഇങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന പോലെയല്ല പച്ചക്കറി സൂക്ഷിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഞാൻ അങ്ങനെ അധികം പച്ചക്കറി വാങ്ങി സൂക്ഷിക്കാറില്ല. നമുക്കിവിടെ അടുത്ത് കടകളുള്ളതുകൊണ്ട് അത്യാവശ്യത്തിന് ഞാൻ അവിടുന്ന് പോയി വാങ്ങിക്കുക ചെയ്യാറ്. പക്ഷേ ഇതിപ്പോൾ നോമ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പച്ചക്കറി മാത്രമായതുകൊണ്ടാണ് നമ്മളിപ്പോൾ വാങ്ങിയത്. പച്ചക്കറി പെട്ടെന്ന് കേടാവുന്നത് ഉള്ളതുകൊണ്ട് നമ്മൾ ശരിക്കും സൂക്ഷിച്ചില്ലെങ്കിൽ ശരിയാവില്ല. അതുകൊണ്ട് എനിക്ക് പച്ചക്കറി അങ്ങനെ കുറേ വാങ്ങി സൂക്ഷിക്കാൻ താല്പര്യമില്ല. പിന്നെ നമുക്ക് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ അങ്ങനെ വാങ്ങിയിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ക്രിസ്മസ് ട്രീ വെക്കാമെന്ന് കരുതി. ഞാൻ ആദ്യമായിട്ടാട്ടോ നേരത്തെ ക്രിസ്മസ് ട്രീ വെക്കണേ. സാധാരണ ഞാൻ വെക്കാറ് ആ ആഴ്ചയിലൊക്കെ ആയിട്ട് വെക്കാറുള്ളൂ, എക്സാമൊക്കെ കഴിഞ്ഞിട്ട്. ഇപ്പോൾ ഇവർക്ക് എക്സാം 9-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഇതൊക്കെ ചെയ്ത് വെക്കാമെന്ന് കരുതി. ആൺപിള്ളേർ 2 പേരും ട്യൂഷന് പോയിരിക്കട്ടോ. അതുകൊണ്ടാണ് അവരിതിൽ കാണാത്തത്. അപ്പോൾ അവർ ട്യൂഷന് പോയി വരുമ്പോഴേക്കും ഇത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെച്ച് നമുക്ക് മാലബൾബ് ഇട്ട് തരുമല്ലോ. അവനാണെങ്കിൽ മാലബൾബ് ഇടാനും കാര്യങ്ങളൊക്കെ അറിയാം. എനിക്കങ്ങനെ അത്രയായിട്ട് ലൈറ്റും കാര്യങ്ങളൊന്നും അങ്ങനെ സെറ്റ് ചെയ്യാൻ അറിയില്ല. ഇത് ലൈറ്റ് നമുക്ക് അറിയാത്ത എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറേ കണക്ഷൻ കൊടുത്തിട്ടൊക്കെ വേണമല്ലോ. ഭയങ്കര നീട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഈ മാലബൾബിനും അതുപോലെ സ്റ്റാറിനൊന്നും. അപ്പോൾ നമുക്കതിങ്ങനെ കണക്ട് ചെയ്തിട്ട് വേണം. അത് നമുക്ക് ഒരു എക്സ്റ്റൻഡർമ വെച്ചിട്ട് വേണമല്ലോ അത് ചെയ്യാൻ. അതുകൊണ്ട് അങ്ങനത്തെ പരിപാടികളൊന്നും എനിക്കറിയില്ല. ഡെക്കറേഷൻ പുൽക്കൂട് ഉണ്ടാക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറേ കൊല്ലമായിട്ട് ഞാൻ തന്നെയാണ് കേട്ടോ ഇവിടെ ക്രിസ്മസ് ട്രീയും ക്രിസ്മസ് കൂടൊക്കെ ഉണ്ടാക്കുന്നത്. ഈ ട്രീ ഇപ്പോൾ വാങ്ങിയിട്ട് 2 കൊല്ലമായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ 2 കൊല്ലമായിട്ട് ഈ ട്രീയാണ് നമ്മൾ യൂസ് ചെയ്യണത്. അതിന് മുമ്പൊക്കെ ആണെങ്കിൽ നമ്മൾ വീടിൻ്റെ പുറത്താണ് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുക. അത് നമ്മളിങ്ങനെ മരത്തിൻ്റെ കൊമ്പ് വെട്ടിയിട്ടുള്ള ട്രീയാണ് നമ്മൾ യൂസ് ചെയ്തിരുന്നത്. എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ വീട്ടിൽ ക്രിസ്മസ് കൂടും ട്രീയൊക്കെ ഉണ്ടാക്കിയിരുന്നത് ഡാഡിയായിരുന്നു കേട്ടോ. അനിയനും മമ്മിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. അനിയത്തി അത്രയും അങ്ങോട്ട് ഇൻട്രസ്റ്റ് ഇല്ല അവൾക്ക് ഉണ്ടാക്കാൻ. അവൾക്ക് പൂക്കളിടാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ്. പക്ഷേ പുൽക്കൂട് അവൾ അങ്ങനെ ഉണ്ടാക്കണം ഞാൻ കണ്ടിട്ടില്ല. അനിയനും മമ്മിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. ചെറുപ്പത്തിലൊക്കെ ഡാഡി തന്നെയാണ് ഉണ്ടാക്കാറുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ വിയ്യൂര് ഇവിടെ മമ്മിയും ഡാഡിയും കൂടിയിട്ട് തന്നെ ഉണ്ടാക്കാറ്. ചേട്ടൻ അങ്ങനെ വലിയ കാര്യമായിട്ട് ഇതുമ്പോൾ അങ്ങനെ വലിയ കൂടുമ്പോൾ ഉണ്ടാക്കുന്ന ഇൻട്രസ്റ്റ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ലൈറ്റൊക്കെ പിന്നെ ഇടാറുണ്ട്. അതുപോലെ ജോണ് നന്നായിട്ട് പുൽക്കൂട് ഉണ്ടാക്കാനായാലും ട്രീ ഉണ്ടാക്കാനായാലും അറേഞ്ച് ചെയ്യാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ. അവൻ നന്നായിട്ട് അറിയാം. ഇപ്പോൾ പിന്നെ പള്ളിയിലെ കാര്യങ്ങളും തെക്കും തിരക്കൊക്കെ ആയതുകൊണ്ട് വീട്ടിൽ പുൽക്കൂട് ഉണ്ടാക്കാറില്ല. പണ്ടൊക്കെ അവൻ തന്നെയാണ് ഉണ്ടാക്കിയിരുന്നത് ഇവിടെയൊക്കെ. നമ്മൾ ഓരോ കൊല്ലം കൂടുണ്ടാക്കും തോറും നമുക്ക് എന്താ പറയുക അതിന് ഇൻട്രസ്റ്റ് കൂടും ചെയ്യും. പിന്നെ നമുക്ക് ഐഡിയകൾ കൂടുതലായിട്ട് വരും ചെയ്യും കേട്ടോ. എനിക്ക് ആദ്യമൊന്നും ഉണ്ടാക്കുമ്പോൾ അങ്ങനെ വലിയ കാര്യമായിട്ട് ഐഡിയകളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെയാണ് ഇങ്ങനെയാണ് മലയും കുന്നും അതുപോലെ കിണറൊക്കെ എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് ഐഡിയ വന്നത്. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ക്രിസ്മസും ഈസ്റ്ററും ഓണമൊക്കെ എനിക്ക് ആഘോഷിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചേട്ടനാണെങ്കിൽ അങ്ങനെ ഭയങ്കര വലിയ കാര്യമായിട്ട് അത്ര ഇൻട്രസ്റ്റ് അല്ല ഇങ്ങനെ ആഘോഷിക്കാൻ. ഇപ്പോൾ എൻ്റെ കൂടെ നടന്നിട്ട് അതെല്ലാം ആഘോഷിച്ച് തുടങ്ങി കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഞാൻ ചെറുപ്പത്തിൽ ഇതുപോലെ ഇങ്ങനെ വിഷുവിനൊക്കെ ഞാൻ അമ്മാമ്മ കൊണ്ടും മമ്മിയെ കൊണ്ടൊക്കെ വിഷുക്കട്ട ഉണ്ടാക്കിക്കാറുണ്ട് കേട്ടോ. അത് എല്ലാ വീട്ടിലും ക്രിസ്ത്യൻസിൻ്റെ വീട്ടിൽ അങ്ങനെ നമ്മൾ വിഷുവൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ട് സെലിബ്രേറ്റ് ചെയ്യില്ലല്ലോ. ഓണം ക്രിസ്മസൊക്കെ പിന്നെയും കോമൺ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യും. പക്ഷേ വിഷുവൊക്കെ ക്രിസ്ത്യൻസ് അങ്ങനെ
സെലിബ്രേറ്റ് ചെയ്യാറില്ല. പക്ഷേ ഞാൻ അതുപോലും ആ ഒരു പരിപാടി പോലും ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ചെറുപ്പത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ആഗ്രഹമാണ്. വിഷുവും കാര്യങ്ങളൊക്കെ, വിഷു ആയാലും ഈസ്റ്റർ ആയാലും അങ്ങനത്തെ ഒരുവിധം പരിപാടികളൊക്കെ നമ്മളിങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. നമ്മളെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാൻ. അപ്പോൾ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഉള്ളൊരു സെലിബ്രേഷൻ ചെയ്യാറുണ്ട്. കുറേ പേര് എൻ്റെ വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. എൻ്റെ വീട്ടിൽ അനിയനും അനിയത്തിയാണ് ഉള്ളത്. അനിയനും അനിയത്തിയും പുറത്താണ്, അവരിവിടെ നാട്ടിലില്ല, ഫാമിലിയായിട്ട് പുറത്താണ് അവർ. പിന്നെ ഡാഡി മരിച്ചിട്ട് ഇപ്പോൾ കുറച്ച് വർഷമായി. പിന്നെ മമ്മി മാത്രമാണ് ഉള്ളത്. മമ്മി അമ്മാമ്മേരെ കൂടെയാണ്. അതാണ് എൻ്റെ വീട്ടിലത്തെ വിശേഷങ്ങൾ. പിന്നെ ഇവിടെ ഡാഡിയും മമ്മിയും അനിയനാണുള്ളത്. അനിയൻ അച്ഛനാണ്, ഒല്ലൂർ പള്ളിയിലാണ് അസിസ്റ്റൻ്റ് വികാരിയായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. കുറേ പേര് പുതിയതായിട്ട് വീഡിയോസ് കാണുന്നവരൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറഞ്ഞത്. ഞാൻ ഓൾറെഡി മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇൻട്രൊഡക്ഷൻ വീഡിയോ. അതിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ കൊല്ലം ചൂണ്ടത്തെ പുൽക്കൂട് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പുൽക്കൂടൊക്കെ ഉണ്ടാക്കിയിട്ട് എനിക്ക് വയ്യാണ്ടായിട്ടുണ്ടായിരുന്നു. വയ്യാണ്ടാവാന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് വരെ ആയിട്ടുണ്ടായിരുന്നു ഞാൻ. അത്രയ്ക്കും വയ്യാണ്ടായിട്ടുണ്ടായിരുന്നു. അതെന്താ ഉണ്ടായെന്ന് വെച്ചാൽ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മരം കട്ട് ചെയ്തിട്ട് അതുമ്മേ ഇങ്ങനെ പെയിൻ്റ് അടിക്കണമായിരുന്നല്ലോ. അപ്പോൾ ഞാൻ പുട്ടിയിൽ വെള്ളം മിക്സ് ചെയ്തിട്ടാണ് ഞാൻ പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ആ പുക ശ്വസിച്ചിട്ട് എനിക്ക് വല്ലാതെ ബ്രീത്തിങ് പ്രോബ്ലം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായി. എന്നിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ടി വരെ വന്നു. അപ്പോൾ ക്രിസ്മസിൻ്റെ സമയത്തൊന്നും എനിക്ക് വയ്യായിരുന്നു. അത് ഈ ക്രിസ്മസ് കൂടും ട്രീ ഉണ്ടാക്കിയിട്ടായിരുന്നു എനിക്ക് വയ്യാണ്ടായിട്ടുണ്ടായിരുന്നത്. ശരിക്കും ക്രിസ്മസ് ട്രീമ പുട്ടി അടിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമുക്ക് ചില സമയത്ത് നമ്മുടെ കയ്യിൽ ഐറ്റംസ് ഒന്നും ഇല്ലാണ്ടാകുമ്പോൾ നമ്മുടെ ഉള്ള ഐറ്റംസ് വെച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യില്ല. അങ്ങനെ ഞാൻ വിചാരിച്ചു ആ ട്രീ ഒന്ന് കളർ ചെയ്യാമെന്ന് കരുതിയിട്ട് ചെയ്തതായിരുന്നു. അത് ചെയ്യുമ്പോൾ മാസ്ക് ഇട്ട് ചെയ്തെങ്കിൽ അത്ര പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. കഴിഞ്ഞ കൊല്ലത്തെ ക്രിസ്മസിനാണെങ്കിൽ ഡാഡിയുടെ അനിയനും വൈഫും അതുപോലെ ആൻറ്റിയുടെ പിള്ളേരും അങ്ങനെ അനിയനും എല്ലാവരും ഉണ്ടായിരുന്നു നാട്ടിൽ. പക്ഷേ എനിക്കാണെങ്കിൽ അന്ന് വയ്യാത്തതുകൊണ്ട് ശരിക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് ശരിക്കും ഒരു മിസ്സിങ് ആയിരുന്നു ആ ക്രിസ്മസ്. ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല, ആ ക്രിസ്മസ് കഴിഞ്ഞു. നമുക്കിനിയിപ്പോൾ ഈ ക്രിസ്മസ് അടിച്ചു പൊളിക്കാം. നമുക്ക് പിന്നെ എല്ലാ ക്രിസ്മസും ഒരേപോലെ നമുക്ക് അടിച്ചു പൊളിച്ച് ആഘോഷിക്കാൻ പറ്റിയെന്ന് വരില്ലല്ലോ. ചില ക്രിസ്മസൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. എന്നാലും എനിക്ക് അങ്ങനെ ഭയങ്കര തീരെ വയ്യാണ്ട് ഇങ്ങനെ ഇതുവരെ എൻ്റെ ഓർമ്മയിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ വർഷം ആദ്യമായിട്ടാണ് എനിക്കങ്ങനെ ഇത്രയും വയ്യാണ്ടായിട്ടുണ്ടായിരുന്നത്. അതിന് മുമ്പത്തെ ക്രിസ്മസുകളിലൊന്നും എനിക്ക് വയ്യാണ്ടായിട്ട് എനിക്ക് ആഘോഷിക്കാൻ പറ്റാതെ ഇരുന്നിട്ടില്ല. അപ്പോൾ നമ്മൾ പറ്റുമ്പോഴൊക്കെ ക്രിസ്മസ് ആഘോഷിക്കണം. നമുക്ക് അടുത്ത പോലെ ആഘോഷിക്കാൻ പറ്റുമോ അതൊന്നും നമുക്കറിയാൻ പറ്റില്ലല്ലോ. ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമുക്ക് തന്നെ വയ്യാണ്ടായിട്ടെങ്കിലും നമുക്ക് ചിലപ്പോൾ ആഘോഷിക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് മാക്സിമം പറ്റുന്ന സമയങ്ങളിലൊക്കെ നമുക്ക് ഉള്ള ആഘോഷങ്ങളൊക്കെ നമ്മൾ ആഘോഷിക്കണം. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ നമ്മുടെ ക്രിസ്മസിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും. പിന്നെ ഇതായിരുന്നു നമ്മുടെ ഫൈനൽ ലുക്ക്. എനിക്ക് കാണുമ്പോൾ അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. പക്ഷെ നിങ്ങൾക്കത് വീഡിയോയിൽ എത്രത്തോളം ഭംഗി കിട്ടുമെന്ന് അറിയില്ല. നമ്മൾ വേറെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഷോക്കേസിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു എന്താ പറയുക ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ശരിക്ക് കിട്ടുന്നുണ്ടോയെന്ന് അറിയില്ല വീഡിയോയിൽ കൂടെ. ഇനിയിപ്പോൾ ഡിസംബർ 9 മുതൽ ഇവർക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇനി ക്രിസ്മസ് കൂട് ഉണ്ടാക്കലൊക്കെ ഞാൻ ചിലപ്പോൾ എക്സാം കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടാക്കാൻ വഴിയുള്ളൂ. നമ്മൾ ഉണ്ടാക്കാൻ ഇരുന്നാൽ ഇവരും കൂടെ നമ്മുടെ കൂടുമല്ലോ. പിന്നെ നമുക്കിത് ഉണ്ടാക്കാൻ ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ തന്നെ ആയിരിക്കും കോൺസെൻട്രേഷൻ. ഇതിപ്പോൾ ഒരു ലൈറ്റ് ഇതേ പുറത്തിട്ടിട്ടുണ്ട്. അതും എനിക്ക് അവൻ തന്നെ ഫെച്ച് തന്നെ ഇട്ടുന്നു. അവനാണെങ്കിൽ എല്ലാം ഇടാറിയാം, എനിക്കാണെങ്കിൽ ഒന്നും ഇടാറിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി പുൽക്കൂട് ഉണ്ടാക്കുന്ന ഒരു വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.